വെൽക്കം ബാക്ക് ടു എൽമെക്സ് വെഡിങ് കാസിൽ വാൽക്കണ്ണാടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു വെറൈറ്റി സെഗ്മെന്റ് കാണാം. വെറൈറ്റി കാരണം എൽമെക്സ് വെഡിങ് കാസിൽ വാൽക്കണ്ണാടി ഒരു വെറൈറ്റി എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ്. ശരിക്കും ഒരു റിയാലിറ്റി ഷോ പോലെ തന്നെയാണ്. കാരണം പല പല ക്യാമ്പസിലുള്ള നമ്മൾ പോകുന്നു, കോളേജിൽ നിൽക്കുന്നു. അതെ, മാത്രമല്ല ജഡ്ജസ് ഇല്ലാത്ത ഒരു റിയാലിറ്റി ഷോ ആണ് അത്. ജഡ്ജസ് ഇല്ലാത്ത ഒരു റിയാലിറ്റി ഷോ. അതെ, എന്തായാലും നമുക്ക് ഒരു വെറൈറ്റി സെഗ്മെന്റ് കാണാം. നമസ്കാരം. ഹാസ്യ ശബ്ദാനുകരണ കല എന്ന മിമിക്രിയിലേക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. 2020 മലയാള സിനിമാ ചരിത്രത്തിലേക്ക് ഒരു പുത്തൻ നാഴികക്കല്ല്. മലയാളികളായ നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കാത്ത താരങ്ങളുടെ സംഘടനകൾ പോലും കണ്ടില്ല. ഇതാ നിങ്ങൾക്ക് മുമ്പിൽ വിതുമ്പുന്ന മനസ്സോടെ മീര ജാസ്മിൻ. എന്നോട് ഒട്ടും ഇഷ്ടല്ലേ, പിന്നെ എന്താ ദിലീപേട്ട എന്നെ വിളിക്കാഞ്ഞ്? ഇവിടെ ഒരു സുന്ദരി കുട്ടിയുണ്ട്, അതിന് വലിയ ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഷോ ഇതെന്ന് ആരോട്ട് പോയി പറയരുത് കേട്ടോ. ദേവുമ്മയല്ല, ദേവുമ്മ അമ്മ, എന്റെ സ്വന്തം അമ്മയിലാട്ടോ. എന്റെ സ്വന്തം അമ്മനെ പ്രസവിച്ചിട്ട് പോയി അസത്ത. തനിക്ക് പകരം കാവ്യ മാധുവിനെ വിളിച്ചു എന്ന പരാതിയുമായി നവ്യ നായർ. മാത്രം കൊണ്ടുള്ളൂ ദിലീപേട്ട, അത് ഉണ്ണിയായിട്ടായിട്ട് വന്നത് എനിക്ക് മനസ്സിലായി. വേദങ്ങൾ ഉറങ്ങുകയായിരുന്നു, ഞാൻ കണ്ടു. രണ്ട് വെളുത്ത തുണിക്കെട്ടുകള് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരടുക്കള പുറത്തായിരുന്നു ജീവിതം. അതാ ഇവിടെ വന്നിരിക്കണേ. ആരെങ്കിലും കണ്ട ചോദ്യേ പറച്ചിലേ. സിനിമയിൽ അഭിനയിച്ചതിൽ സന്തോഷം പങ്കുവയ്ക്കാൻ തൃശ്ശൂരിന്റെ അഭിമാനമായ നമ്മുടെ സ്വന്തം ഭാവന. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച കമൽസാറിന്റെ പടത്തിലാണ്. എല്ലാവരും പടം കണ്ടു കാണുമല്ലോ, കറുപ്പിലൊക്കെ ഇട്ടിട്ട്. അപ്പൊ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അയ്യോ, പുതിയ പടം കമൽസാറിന്റെ പടം എന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു എന്തിനാ ടെൻഷൻ ആവണേ, കക്കത്തിക്കാവിലെ രവതി ചേച്ചി, കന്മത്തിലെ മഞ്ജുവാരൊക്കെ ഉണ്ടല്ലോ. ആ സമയത്തായിരുന്നു ദിലീപേട്ടൻ വന്നെ 2020 വിളിച്ചത്. ഞാൻ വിചാരിച്ച ഈ പടം തെണ്ടിയായി പോകുന്നതാണ്. പിന്നെ ഇവിടെ ഇരിക്കണോലെ പടം കാണാത്തവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം, CD ഒന്നോടത്ത് കാണരുത്. പിന്നെ ഞാൻ ഇത്രയും നേരം സഹായിച്ചിടുന്നതിന്റെ എല്ലാ വ്യൂവേഴ്സിന്റെ താങ്ക്സ്. തമിഴ് സിനിമ ചരിത്രത്തിൽ നിന്നും ഒരു മുഹൂർത്തം. അന്യൻ MGR പത്രിക, ശിവാജി പത്രിക ഒക്കെ പറഞ്ഞു നടക്കുന്ന പാത്തതല്ലേ. എന്നെ വെളിയെ പോകവിട്, സമ്പയെ വെളിയെ പോകവിട്. നാനേ പിറകെ നടക്കാൻ എൻകിട്ട് നടിച്ച് കാട്ടാതിക്കടാ. ഗംഗ ഇപ്പൊ എങ്ങോട്ടോ? ഞാൻ അല്ലിക്ക് ആഭരണങ്ങൾ മേടിക്കാൻ ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ ഞാനിപ്പോ പോയാലേ വിടമാട്ടെ. ഇങ്ങനെ നീ എന്നെ എങ്ക വിടമാട്ടെ. ഇന്ത്യക്ക് ദുർഗാഷ്ടമി ഒന്നെ കൊന്ന് ഓൻ രക്തത്തെ കുടിച്ച് ഓങ്കാല വിളയാടുക. ഈ സംഭാഷണ ശകലം രണ്ട് വ്യത്യസ്ത ദിശകളിലൂടെ. മലപ്പുറം ശൈലി. ഗംഗ നീ ഇപ്പൊ എങ്ങോട്ട് പോണ്? നമ്മൾ ആ അല്ലിക്ക് ആഭരണം മേടിക്കാൻ വേണ്ടി പോണ് പോലും. ഇത് എന്ത് പണ്ടാരാണ്? ഇന്നോടല്ലേ പോണ്ട് പറഞ്ഞു എത്രക്ക് ധൈര്യണ്ട് എന്റെ മോന്തക്കെട്ടി നോക്കിക്കൊണ്ട് പോണ്ട പറയുന്നു. നാളെ കഴിഞ്ഞ് നെന്മാറ ചന്ത നിങ്ങളെ വലിച്ചു പറി കൊട്ടലിട്ട് 4 പെട്ടില്ലേ നമ്മുടെ ഗംഗയല്ലേ പോലും. ഇനി നമ്മുടെ തൃശ്ശൂർ ശൈലിയിലായാലോ? ഗംഗ ഞങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ അല്ലിക്ക് ആഭരണങ്ങൾ മേടിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പോകുന്നിടത്ത് ചോറാണ് വർത്താനം പറയണേ തേങ്ങ ഉണ്ടാക്കാനായിട്ട്. നിന്നോടല്ലേ ചെവി പോണ്ടെന്ന് പറഞ്ഞേ. മച്ചിക്കൊള്ളാലേ ഗഡിയെ വിടില്ലേ? നിങ്ങൾ എന്നോട് സ്ഥലത്തേക്ക് വിടില്ലേ? ഒട്ടിട്ട് കിടിയേ. നാളെ കഴിഞ്ഞ് മറ്റുന്ന തൃശ്ശൂർ അമ്മിട്ട പൊട്ടിക്കുന്ന പോലെ മോന്തക്കിട്ട പൊട്ടിക്ക് ഞാൻ മര്യാദക്ക് വിട്ടു തന്നെ. പ്രസംഗം ഒരു കലയാണ്. പ്രസംഗിക്കുന്നവൻ അറിയും, അല്ലാത്തവൻ ചൊറിയും. ഇതാ കുട്ടികളുടെ പ്രിയങ്കരനായ ശ്രീ കുഞ്ഞുണ്ണി മാസ്റ്റർ നിങ്ങളോട് സംസാരിക്കുന്നു. ലാക്കും കൂകിക്ക് ആ കവിത അങ്ങ് ചൊല്ലാം. ഓർമ്മയുണ്ടോ ഈ മുഖം, ഓർമ്മ കാണില്ലെന്നറിയാം. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറിങ്ങിപ്പോയതല്ലേ. ഇത്തിരി നീട്ടിപ്പറഞ്ഞാലോ മേദ്യം, ഇത്തിരി ചുരുക്കി പറഞ്ഞാലോ വാല്, ഒന്നും ചുരുക്കാലോ ഷിറ്റ്. ഇനി ഇതാ ഒരു കൊച്ചുകുട്ടി നിങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കുന്നു.
മനുഷ്യൻ എത്ര സുന്ദരമായ പദം. കാലന്റെ പലപലതികൾ ഭക്ഷിച്ച് വിഷകുടീരങ്ങളിലും ഗിരിഗുഹകളിലും താമസ മനുഷ്യൻ അങ്ങ് ചന്ദ്രനെ പോലും കാലുകുത്തി. അതും അവന്റെ ബുദ്ധിയുടെ വികാസമാണ്. വെള്ളമനക്കേറ്റ് നിർത്തി വിദ്യുത്ത് ഉണ്ടാക്കാൻ അവയും പരീച്ചു. ആകാശത്തെ പരകളെ പോലെ പാരി നടക്കാൻ അവയും പരീച്ചു. ആ ചേട്ടനെ നോക്കണോ? അടിമത്തത്തിന്റെ ചെങ്ങലകൾ പൊട്ടിച്ചെറിയുക നമ്മൾ. ജയ് ഹിന്ദ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു എൽമെക്സ് വെഡിങ് കാസിൽ വാൽക്കനാടി. സമയം 5 മണിയായി കഴിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇവരൊക്കെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. പേടിക്കണ്ട, നാളെ എന്തായാലും ഞങ്ങൾ വരും കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ ഗെയിംസിനുള്ള ഐഡിയാസ് എഴുതി അറിയിക്കണം. നല്ല ഐഡിയാസിന്റെ നിങ്ങളുടെ പേര് പറയേണ്ടതായിരിക്കും. ഓക്കെ, അപ്പോ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ബൈ.